ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. പണ്ടത്തെ പോലെ ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഇതിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പീസ്ഫുൾ ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കേക്കിടെ കയറിയിട്ട് കുറെ ഓസ്കാർ ലെവൽ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഓരോന്ന്. അപ്പോൾ ഇതിനകത്ത് പെട്ടുപോയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് പൊന്നൂസ് കാരണം ഇവിടെ വൈഫൈ ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇവർക്ക് ഇതന്നെ, ഞാൻ ഇപ്പം എൻ്റെ വീടിൻ്റെ മേളിൽ നിൽക്കുകയാണ്. അപ്പം ഇവിടെ മാത്രമാണ് റേഞ്ചും കാര്യങ്ങളും ഉള്ളു. അപ്പം കുറച്ചു നേരം നിങ്ങൾ എനിക്ക് സമയം എന്താ അപ്പം തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും പറയാം. എല്ലാവർക്കും നമസ്കാരം. അമൽ പൗലൂസ് കുഞ്ഞാറ്റ വീണ്ടും അടിയും വഴക്കൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അമൽ പൗലൂസിന്റെ ഫോർച്യൂണറിന് ടയർ പഞ്ചറായി കാണാം, അല്ലെങ്കിൽ ടയർ തേഞ്ഞാണ്. പുതിയ ടയർ മേടിക്കാനായിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയാൻ പാടില്ല. ഇപ്പൊ ഒരു പാസം ഇറങ്ങിയിട്ടുണ്ട്. ഏത്? കൊളന്തൈ പാസം. കൊളന്തൈ പാസവുമായിട്ട് അമൽ പൗലൂസ് രംഗത്ത് വന്നിരിക്കുകയാണ്. അവൻ അച്ഛനാണ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുഞ്ഞാറ്റ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും കാലം ഈ അച്ഛൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു പോകും. ഈ കല്യാണത്തിന് മുന്നേയൊക്കെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ചിലപ്പം ചെറിയ സെറ്റപ്പ് അതൊക്കെ കാണാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ലൈഫാണ്, പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനും 100% നല്ലവനോ ഈ ലോകം കണ്ട പെർഫെക്റ്റോ ഒന്നും അല്ല. അത് തന്നെ ഞാൻ എപ്പോഴും പറയും. പക്ഷേ നാളെ ഞാനൊരു കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഞാൻ ജെനുവിനിറ്റി കീപ്പ് ചെയ്യും. അവിടെ ആ റിലേഷൻഷിപ്പ് എത്രത്തോളം കാലം ഉണ്ടാകും അത്രത്തോളം കാലം ഞാൻ ജെനുവിനായിരിക്കും. ആ ഒരു വാക്ക് എനിക്ക് തരാൻ പറ്റും. അങ്ങനെ ആവണം. മനുഷ്യനായ അങ്ങനെ ആവണം. അല്ലാണ്ട് ഒരു ബന്ധത്തിലിരിക്കുമ്പോൾ അതിനെ വെച്ചും കൊണ്ട് അടിയിൽ കൂടി അവിഹിതം പിടിക്കുകയോ റൂട്ട് പിടിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. ഞാനിപ്പോൾ സിംഗിളാണ്. ഞാനിപ്പോൾ പലരുമായിട്ട് കമ്മിറ്റ്മെന്റ് ആയ അല്ലെങ്കിൽ മീൻസ് ബന്ധങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ സിംഗിളാണ്, ആ ഒരു ലൈഫാണ് എന്നെങ്കിലും പറയാം. മറിച്ച് ഞാനൊരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് ഒരു പെൺകുട്ടി എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വരികയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ അവളെ വെച്ചും കൊണ്ട് വേറെ അടിയിൽ കൂടി റൂട്ട് വലിച്ചു കഴിഞ്ഞാൽ തന്തയില്ലായ്മ എന്ന് പറയും, ഒറ്റ വാക്കിൽ. കേട്ടോ, മനസ്സിലായി കാണുമല്ലോ. ആ പരിപാടി കാണിക്കാതിരിക്കുക. അതൊരിക്കലും ഫെയർ ആയിട്ടുള്ള പരിപാടിയല്ല. ഇപ്പൊ അമൽ പൗലൂസിന്റെ ലൈഫിലും നീ സിംഗിൾ ആയിട്ടിരുന്ന സമയത്ത് നീ പല ബന്ധങ്ങളോ പല കുൽസിതങ്ങളോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയാം, ശരിയാണെന്നല്ല വാദിക്കുന്നത്. നമുക്കത് ഓക്കെ എന്നെങ്കിലും പറയാം. ഓക്കെ, അത് അവന്റെ ആ ഒരു പ്രായത്തിന്റെ ഇതിലോ അവൻ അങ്ങനെ ഓക്കെ എന്നെങ്കിലും നമുക്ക് പറയാം. പക്ഷെ ഒരു ബന്ധത്തിലിരുന്നും കൊണ്ട് തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നമ്മൽ പൗലൂസെ, നീ കിടന്ന് മെഴുകി ന്യായീകരിച്ച് പല വട്ടം നീ കിടന്ന് ചുറ്റിയടിക്കുന്നുണ്ട്. എന്തിനാണ് എനിക്കറിയാൻ പാടില്ല. അന്ന് കുഞ്ഞാറ്റ നിന്നെ ഒരു തവണ വലിച്ചു കയറി ഒട്ടിച്ചിട്ട് ഫ്ലാറ്റ് ആക്കിയിട്ട് അവൾ പോയി. അവളെ പാടും നോക്കി, അവളുടെ കരിയർ നോക്കി, ആ കുഞ്ഞിനെ വളർത്തി നിയമപരമായിട്ട് ഡിവോഴ്സിനും കാര്യങ്ങൾക്കൊക്കെ നോക്കിയിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അവളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നീ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീണ്ടും ഒരു ഇടങ്ങേറായിട്ട് വന്നിട്ട് നിന്നെ അങ്ങോട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പൊന്നുകളെ, ഞാനൊരു കാര്യം പറയട്ടെ. നീ കുറേ കിടന്ന് മെഴുകിയല്ലോ. നീ മെഴുകിയത് കൊടുക്കാം. എനിക്ക് ഒന്നും കൺവിൻസ് ആയില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ ചുമ്മാ കാണാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നീ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവില്ലെന്ന്. പിന്നെ നീ എന്നാത്തിനാ പറയാനായിട്ട് ഇറങ്ങി തിരിച്ചു? എനിക്ക് സത്യം പറഞ്ഞാൽ നീ പറയുന്ന ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഈന്ന് കുഞ്ഞാറ്റ. എന്നാൽ അവള് കാര്യങ്ങൾ വെടുപ്പായിട്ട് പറയുന്നുണ്ട്. നീ വേറെ ബന്ധങ്ങൾ വച്ചിരുന്നത് തൂക്കിയത്, നീ പോയി കരഞ്ഞ് കാല് പിടിച്ച കഥകൾ അടക്കം അവൾ പറയുന്നുണ്ട്. അവൾക്ക് കള്ളം പറയേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ അവളുടെ ആ ഒരു പറച്ചില് അവളൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്, എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു, നീ മാത്രമായിരുന്നു അവളുടെ റിലേഷൻഷിപ്പ് എന്ന്. അതടക്കം അവളെടുത്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ആ കൊച്ചിന്റെ ഭാഗം കേട്ടപ്പോൾ പാവം തോന്നി കേട്ടോ. വെറുതെ വിട്ടൂടെ? നിനക്ക് നിന്റെ ഭാഗം പറയാനുള്ള അവസരമൊക്കെ ഉണ്ട്. 1 തവണ പറഞ്ഞു, 9 തവണ പറഞ്ഞു, ആൾക്കാരെല്ലാം നിന്നെ എടുത്തിട്ട് പഞ്ഞിക്കിട്ടു. വീണ്ടും നീ വന്ന് കിടന്ന് മെഴുകയാണ്. എന്തായാലും നിന്റെ സ്റ്റോറിയും നീ അതിനെ തുടർന്ന് അവിടെ ഇട്ടിട്ടുള്ള കുറച്ച് വീഡിയോസും ഞാൻ ഇവിടെ സൈഡിലൊന്നും കൊടുക്കുക. അത് കണ്ടിട്ട് നമുക്ക് കുഞ്ഞാറ്റ പറഞ്ഞതും കൂടി കേൾക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം ഇവിടെ വൈഫൈ ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇവർക്ക് ഇതന്നെ, ഞാൻ ഇപ്പം എൻ്റെ വീടിൻ്റെ മേളിൽ നിൽക്കുകയാണ്. അപ്പം ഇവിടെ മാത്രമാണ് റേഞ്ചും കാര്യങ്ങളും ഉള്ളു. അപ്പം കുറച്ചു നേരം നിങ്ങൾ എനിക്ക് സമയം എന്താ അപ്പം തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും പറയാതിരിക്കുന്നതൊന്നും നല്ലതല്ല. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്ത് കേട്ടോ. ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരാ, ആ ഫോട്ടോ കിട്ടുമായിരുന്നെങ്കിലേ. അതിപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ കാറിലിരിക്കണ ഫോട്ടോ ഒരാൾക്ക് സെൻഡ് ചെയ്യണ രീതിയിലുള്ള ഫോട്ടോ അല്ലേ ആ ഫോട്ടോയും? അത് വേറെ ഫോട്ടോയും ആയിരുന്നോ അയച്ചു തരുന്നേ? എടാ, ഈ ഫോട്ടോ അപ്പെടുത്ത് അയച്ചിരിക്കുന്നില്ല. അപ്പെടുത്ത് അയച്ചിരിക്കണയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് നമ്മൾ സീൻ ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞൊരു സംഭവം വരും.
അല്ലേ? പിന്നെ ഇത് കാണാൻ പറ്റില്ല. കയ്യിൽ നിന്ന് എടുത്ത് അയച്ചിരിക്കുന്നയാ അല്ലേ? എടുത്തില്ലേ? മറ്റേ അഖിലിന്റെ അടുത്തല്ലേ കണ്ണാപ്പിയുടെ അടുത്ത് കണ്ണാപ്പിഴ മലയുടെ മുകളില്? മലയുടെ മേളില് അന്ന് റൂം എടുത്തത് സീൻ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളന്ന് രാത്രി ഓർക്കണ്ടോ, ഞാനന്ന് മറ്റേ ആന്റപ്പനും ഞങ്ങൾ സാൻസിന് ഞാനിവിടെ കൂടി അന്ന് മറ്റേ അവര് മടത്തി പണിതുകൊണ്ടിരുന്നപ്പോ വന്നേ ഓർക്കണ്ടോ? അന്ന് രാത്രി തിരിച്ചു പോയപ്പം അവള് വേറെ ഏത് പെണ്ണാന്നും പറഞ്ഞ് എനിക്ക് ഫോട്ടോയും വീഡിയോ അയച്ചു. ആ ഫോട്ടോ വീഡിയോ അയച്ചു തന്നിട്ട് അതിന്റെ കേസും വെച്ചിട്ട് അവള് പിറ്റേ നീ ഓർക്കണം, ഞാൻ പോലീസുകാർ തെറി പറഞ്ഞതും മറ്റേ വക്കീൽ വിളിച്ചു. അപ്പം അന്ന് ആ സീനിന് അവളാ കൊടുത്ത കേസ് നീ ഓർക്കണല്ലോ, പോലീസുകാർ വിളിച്ചപ്പം ഞാനിത് പറഞ്ഞു പറയണല്ല, നീ കേട്ടാ? നീ മാത്രം അന്ന് എനിക്ക് സാക്ഷിയുള്ളൂ, കാരണം എന്റെ കൂട്ടുകാരനായിട്ട് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. നീ കേട്ടല്ലേ? അവളന്ന് എന്നെ കൊണ്ട് വേറൊരു പെണ്ണാന്നുള്ള രീതിയിൽ ചാറ്റ് ചെയ്ത് വളരെ വൾഗറായിട്ടുള്ള, ഞാൻ നിന്നെ സ്ക്രീൻഷോട്ട് എല്ലാം കാണിച്ചു തന്നായിരുന്നു. അതെല്ലാം കാണിച്ചു തന്നിട്ട് ഈ പറയണ അവളാണ് അത് അന്ന് ആ കേസ് കൊണ്ടുപോയി കൊടുത്തത്. എന്നിട്ട് ആ കേസ് നിലനിൽക്കില്ല. നീ ഓർക്കണ്ടോ? പോലീസുകാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ അവള് തെറി പറഞ്ഞ് ഫോൺ ഓഫ് ആക്കിയത് ഓർക്കണ്ടോ? 2023 എന്റെ പേര് കേസ് കൊടുത്തില്ലടാ. ആ കേസ് കൊടുത്ത് ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്തത് അവളിപ്പോ വലിയ നല്ല വിളി കളിക്കുന്നുണ്ട്. അവൾ അന്ന് അതായത് അവള് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് അവൾ അങ്ങനെ കാണിച്ചത്. അവള് കരക്കാരുടെ ഫോട്ടോയും വെച്ച് എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് മോശമല്ലേ? അല്ല അല്ല അവള് വലിയ റീലൊക്കെ ഇട്ടിട്ടുണ്ടാ, മറ്റേ 2023 എനിക്ക് കോർട്ടിനെതിരെ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നും പറഞ്ഞേ. അല്ല പറയുന്നതിന് ഒരു അന്തസ് എന്ന് പറഞ്ഞ ഒരു വേണ്ടാ. അവളന്ന് രാത്രി വല്ലവരാന്ന് പറഞ്ഞ് സംശയം ഉണ്ടായിക്കോട്ടെ അവൾക്ക് തന്നെ. അവൾ ആ മാതിരി മോശം വർത്താനം എന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കുഞ്ഞാറ്റ രാവിലെ വരുന്നതിന് മുമ്പ് ഞാൻ സ്കൂട്ടി കൊണ്ട് വരാം എന്നിട്ട് കാണാന്ന് പറഞ്ഞ് അത്ര കാണിച്ചിട്ട് അവള് കൊണ്ട് അതും വെച്ച് കേസ് കൊടുത്തിട്ട് എന്നെ പണ്ണാൻ നിൽക്കും. നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ടാ. ഞാനപ്പ അത് 2023 ആ കേസ് കൊടുത്തില്ലേ, അത് പറഞ്ഞ് ഇത് കൊടുത്തേക്കണം. പാട്ടിപ്പിക്കാം. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യേണ്ടോ എന്താണ്ടൊക്കെ പാടുന്നുണ്ട്. എനിക്കിപ്പോൾ ആ പാട്ടിന് ഞാൻ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. അപ്പം ഞാൻ അതിന് മുമ്പ് എൻ്റെ ഈ ഫോട്ടോ ഇതുണ്ട്, ഫോണുണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഇതിനാണെന്നുണ്ട് ഉടുക്കത്തെ സൗണ്ട് കാണുള്ളൂടെ. ഇത് സേവ് ചെയ്തിട്ട് എൻ്റെ സൗണ്ട് ഓഫ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ആദ്യമേ ഞാൻ ഈ വീഡിയോയിലൊത്തിട്ട് കാര്യം പറയുകയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യാനുള്ള ഇതെനിക്കില്ല. ആദ്യമേ തന്നെ പറയണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എനിക്ക് വലിയ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ ഒരു പാവമാണ്, അത് ആദ്യമേ തന്നെ പറയുവാണ് കേട്ടോ. അതിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരായിരുന്ന ഒരാൾ എനിക്കെതിരെ ഒരു സാധനം ചെയ്തിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാനിവിടെ കാണിക്കാം. 2023 എനിക്കെതിരെ ഒരാൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തായിരുന്നു. ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അന്ന് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സ്ത്രീക്കെതിരെ, അതായത് ഒരു സ്ത്രീക്ക് ഭയങ്കര വൾഗറായിട്ട് മെസ്സേജ് അയച്ചു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ് അവർ കേസ് കൊടുത്തത്. അതിന് കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുതായിട്ട് ലുബിച്ച് പറയാട്ടോ. അതായത് അന്ന് രാത്രി, അതായത് അന്ന് അവൾ ആ പറയുന്ന വ്യക്തി ആളുടെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ വെച്ച് ഞാൻ മൊത്തത്തിൽ അവരുടെ വീട്ടുകാരായിട്ട് ശരി പോകില്ല, അവരുടെ വർത്തനും കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ഞാൻ അന്ന് വീട്ടിൽ വിട്ട് ഇറങ്ങേണ്ട വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർ ഇവിടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ, അവരുടെ പേര് ഞാൻ ഇതിലേക്ക് പറയുന്നില്ല, അവരിവിടെ ഒരു കംപ്ലൈൻറ്റ്, അടിമാലല്ല കംപ്ലൈൻറ്റത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മഠത്തിൽ ജോലിയായിരുന്നു, ടൈൽ പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാൻസിനും കൂടെ കൂടിയിട്ട് വണ്ടി കൊണ്ട്, അതും ഞാൻ വന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ എക്കോ സ്പോട്ട്, അന്ന് അവനായിരുന്നു വണ്ടി ഓടിച്ചത്. ഞങ്ങൾ പോയിരുന്നു, അവരെ കണ്ടു. തിരിച്ചു പോരുന്ന സമയത്ത്, ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, കാരണം എൻ്റെ ചാറ്റും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇല്ല. ഇനി സപ്പോസ് നാളെ ഒരു പ്രശ്നവും കാര്യങ്ങളും ലീഗിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് എടുക്കുന്നതായിരിക്കും, കാരണം എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നതിനിടയിൽ എനിക്കൊരു 11 മണി രാത്രി സമയത്ത് ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് ഞാൻ എടുത്തു. വാട്സപ്പിലാണ് എനിക്ക് മെസ്സേജ് വന്നത്. മെസ്സേജ് ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഹായ് എന്നെ അറിയുമോ,
അപ്പോൾ ഞാൻ അപ്പം നമ്മൾ നോർമലി ഒരാൾ അയച്ചല്ലേ, അപ്പോൾ ഞാൻ തിരിച്ചതിന് മറുപടി കൊടുത്തു. എനിക്കറിയില്ല ആരാന്ന് ചോദിച്ചു. അപ്പം എന്നെ മറന്നുപോയി, ഞാൻ ബാംഗ്ലൂർ അതായതാന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ ഒരാൾ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കില്ലല്ലോ. മെസ്സേജുകളോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ മുഖം കണ്ടാൽ നമ്മൾ മറക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് 1 വ്യൂ ആയിട്ടാണ് ഫോട്ടോ അയച്ചു തരുന്നത്. അതും ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോഡലിൻ്റെ ഫോട്ടോയാണ്. ആ സമയത്ത് നമ്മൾ അവർ ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോട്ടോ കാണുന്നുണ്ടാവുമല്ലോ, ഒരു മോഡലിൻ്റെ ഫോട്ടോയാണ് വന്നത്. ആ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ തന്നെ ഞാൻ ആ നമ്പറിൻ്റെ വാട്സപ്പിൻ്റെ എബോട്ടും കാര്യങ്ങളും നോക്കിയപ്പം ഒരു പേര് കൊടുത്തിരുന്നു. ആ പേര് കാര്യങ്ങളൊക്കെ അവരും പെട്ടെന്ന് അത് കഴിഞ്ഞ് ഈ ഫോട്ടോ ഞാൻ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇപ്പം എൻ്റെ ഫോണിൽ ഇരിക്കുന്നത്. അപ്പോൾ സാൻസിനെ കാണിച്ചു കൊടുത്തു. സാൻസ എടാ എനിക്കിട്ട് എന്തോ പണി വരുന്നുണ്ട് അളിയാ, കാരണം എനിക്ക് മെസ്സേജ് അയക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു, കാരണം എന്നെ അറിയില്ലാത്ത ഒരാളെ, എനിക്ക് ബാംഗ്ലൂരാണ്, എൻ്റെ ലവറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആ ഒരു ആള്, അതായത് ഞാൻ വിവാഹം കഴിച്ചിരുന്ന ആള് ആ സമയത്ത് നമ്മുടെ പാട്ടേപ്പിക്കുക GNM പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന സ്കൂളിൽ ഹോസ്പിറ്റലിൽ അന്ന് എന്തോ വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ 500 രൂപ ഞാൻ ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് ഈ ഫോട്ടോ കാണുന്ന വ്യക്തിക്ക്, അതായത് ആ അയച്ച ഫോട്ടോയിൽ കാണുന്ന വ്യക്തിക്ക് ഞാൻ 500 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ പോയി. അപ്പോൾ ആ നമ്പർ തരാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുൻ ഭാര്യ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ കാണുന്ന റീലും കാര്യങ്ങളൊന്നും അല്ല സത്യം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമം, എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം റോട്ടിൽ കൂടെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെൺകൊച്ചി കിടന്ന് കരയുക, ഒരു ചെറുക്കനകത്തുണ്ട്. ഞാൻ അവരെ നോക്കിയെന്നും പറഞ്ഞ് എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിച്ച ആളാണ് ആള്. ആ ആള് എൻ്റെ നമ്പർ ആൾക്ക് കൊടുക്കും. അപ്പം തന്നെ എനിക്ക് പൊട്ടി. ഞാൻ അപ്പോൾ തന്നെ സാൻസിനോട് പറഞ്ഞു, സാൻസ ഇത് എനിക്കിട്ടുള്ള പണി. അവൻ പറഞ്ഞു നീ റെക്കോർഡ് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇതിനോട് ഭയങ്കര വളരെ സംസാരിക്കണം. അതിന് സ്റ്റാർട്ട് മാറി ഞാൻ വലിയ അമ്മയുടെ കൂടെ അപ്പോൾ നമുക്ക് വോയിസ് അയക്കാൻ പറഞ്ഞു. വോയിസ് കാരണം നമുക്ക് കാരണം എൻ്റെ അത്ര മോശം സംസാരിക്കണം. അപ്പോൾ നമ്മൾ വിട്ടുകൊണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞാൻ കുഞ്ഞുകുട്ടി പറയാം പാൽ കുടിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ ഫോട്ടോ വോയിസ് അയക്കാൻ പറഞ്ഞു, സംസാരിക്കണം. അപ്പോൾ തന്നെ നമ്മൾ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾ, നമ്മൾ വർഷങ്ങളോളം ഇതുവരെ കുനുകുനാന്ന് സംസാരിച്ചാണ്. ആ ആളെ എത്ര ഇരുന്ന് കുനുകുന സംസാരിച്ചാലും നമുക്കത് അറിയത്തില്ലേ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാൻ പറഞ്ഞാൽ സാൻസ ഇത് അവളാ എനിക്കിട്ടുള്ള പണി വെച്ചിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ എവിടെ വരെ പോകുന്നത്, അത് എൻ്റെ അടുത്ത് നാളെ ജോലി നാളെ വരും. നാളെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന് ഞാൻ വരാം. ഉച്ചയായിട്ട് വരുമ്പോൾ ഞാൻ സ്കൂട്ടി കൊണ്ട് എൻ്റെ ലൊക്കേഷൻ അപ്പോൾ പറഞ്ഞു ശരി ലൊക്കേഷൻ പറഞ്ഞു. എൻ്റെ വീട് അങ്കമാലിയിലാണ്, ഞാൻ ഉറങ്ങും. ഞാൻ രാവിലെ എൻ്റെ ലൊക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. ശരി ഓക്കെ ഫൈൻ. ഇതെല്ലാം കുറച്ച് നേരം കഴിഞ്ഞ് ഈ ചാറ്റിൻ്റെ എനിക്ക് മെസ്സേജ് വന്നു. ഞാൻ കൂടി ചോദിച്ചു ഇതൊന്നും എനിക്ക് വെക്കാനെന്ന് വെച്ചിട്ട് പറഞ്ഞു. എനിക്കൊരു തെരുവ് പറഞ്ഞു കൂടി മെസ്സേജ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അത്രയും വളരായിട്ട് അത്രയും മോശമായിട്ട് എൻ്റെ ആൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അപ്പം അത് ഞാൻ അതിന് സീനാക്കി ഞാൻ വണ്ടി തിരിച്ച് നേരെ ഞാൻ അടിമാലിക്കാൻ പോകുന്നു. ഞാൻ അടിമാലിൻ്റെ കൂട്ടാൻ ഞാനും എൻ്റെ അമ്മയുടെ കൂട്ടാൻ കൂടിയിട്ട് റൂമിൽ പിറ്റേ രാവിലെ വിളിച്ചു. ഇവിടുത്തെ മറ്റേ അഖിലിന്റെ അടുത്തല്ലേ കണ്ണാപ്പിയുടെ അടുത്ത്, മലയുടെ മേളില് അന്ന് റൂം എടുത്തത് സീൻ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളന്ന് രാത്രി ഓർക്കണ്ട. ഞാനന്ന് മറ്റേ ആൻ്റപ്പനും സാൻസിന് ഞാനിവിടെ കൂടി അന്ന് മറ്റേ അവിടെ മടത്തി പണിതുകൊണ്ടിരുന്നപ്പോ വന്നേ ഓർക്കണ്ടോ. അന്ന് രാത്രി തിരിച്ചു പോയപ്പം അവള് വേറെ പെണ്ണാന്നും പറഞ്ഞ് എനിക്ക് ഫോട്ടോയും വീഡിയോ അയച്ചു. ആ ഫോട്ടോ വീഡിയോ അയച്ചു തന്നിട്ട് അതിന്റെ കേസും വെച്ചിട്ട് അവള് പിറ്റേ നീ ഓർക്കണം, ഞാൻ പോലീസുകാർ തെറി പറഞ്ഞതും മറ്റേ വക്കീൽ വിളിച്ചു. അപ്പം അന്ന് ആ സീനിന് അവളാ കൊടുത്ത കേസ് നീ ഓർക്കണല്ലോ, പോലീസുകാർ വിളിച്ചപ്പം ഞാനിത് പറഞ്ഞു പറയുന്നല്ല. നീ കേട്ടാ, നീ മാത്രമാണ് എനിക്ക് സാക്ഷിയുള്ളൂ, കാരണം എന്റെ കൂട്ടുകാരനായിട്ട് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. നീ കേട്ടല്ലേ. ഞാനിപ്പോ ഇടുന്ന വീഡിയോസ് ഇനിയും കുറെ ഉണ്ട്, ഒരു 12 മിനിറ്റോളം ഉണ്ട്. ഞാനതെല്ലാം ഞാൻ പറയാം. ഞാനിതൊന്നും ഞാൻ പറയാണ്ടിരുന്നിരുന്ന ഡിവോഴ്സിന്റെ കാര്യം, ഡിവോഴ്സ് ആവാനുള്ള കാര്യം, കൊച്ചിന്റെ ഇപ്പത്തെ എല്ലാം ഞാൻ ചെയ്യും. പക്ഷേ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾ ഒന്ന് ആലോചിച്ചോ. ഈ എനിക്കെതിരെ ഒരു സ്ത്രീ എന്താ പറയാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിഷയമില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കേസ് കൊടുത്ത വീഡിയോ ഡിലീറ്റ്. അതിന് ഏറ്റവും കൂടുതൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ സാധനം ഇതിൽ ബാലൻസ് കൊടുക്കണം എന്ന് കേട്ടു. കൊച്ചിനെ കാണാൻ ശനിയാഴ്ച വരണ്ടെന്ന് പറഞ്ഞത് ഈ പോസ്റ്ററിനും ഇതിനും അതുപോലെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതിന് തീരുമാനമായിട്ട് കൊച്ചിനെ കാണാം. അതിൽ കൂടുതൽ കാണണ്ട. അത് ഞാൻ കേസ് കൊടുക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് കാണാൻ. ഞാനിപ്പോ ഇടുന്ന വീഡിയോസ് ഇനിയും കുറെ ഉണ്ട്. 2023 എന്റെ പേര് കേസ് കൊടുത്തില്ലടാ. ആ കേസ് കൊടുത്ത് ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്തത് അവളിപ്പോ വലിയ നല്ല വിളിക്കുന്നുണ്ട്. അതായത് അവളെ എന്റെ പാത്രം മിച്ചിക്കൊണ്ടാണ് അവൾ അങ്ങനെ കാണിച്ചത്. അവളുടെ ഫോട്ടോയും വെച്ച് എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് നീ നൽകുന്നത് അല്ലേ? അല്ല അവള് വലിയ വീട്ടിൽ കിട്ടണ മറ്റേ 2023 കോട്ടിനെതിരെ അത് കൊടുത്തു പറഞ്ഞേ. അല്ല പറയുന്നതിന് ഒരു അന്തസ് പറഞ്ഞ അവളന്ന് രാത്രി സംശയം ഉണ്ടായിക്കോട്ടെ. അവനെ അവൾ ആ മോശം വർത്തമാനം എടുത്ത് പറഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കുഞ്ഞാറ്റ രാവിലെ വരുന്നതിന് ഞാൻ കൂട്ടി കൊണ്ട് വരാം, എന്നിട്ട് കാണാൻ അത്ര കണ്ടിട്ട് അവളോട് അത് കേസ് കൊടുത്ത് എന്നെ പണം. ഞാൻ വീട്ടിലുണ്ടാ. ഞാനപ്പോ 2023 ആ കേസ് കൊടുത്തില്ലേ. കൂടും കുടുക്കിയായിട്ട് ഇറങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വന്നിരിക്കുന്ന കാര്യം പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് പറയുവാണെങ്കിൽ ഞാൻ ഇതിൽ വ്യക്തമായിട്ട് നല്ല എല്ലാ ഡിവോഴ്സുകളും ഞാൻ ചെയ്യാം. ഞാൻ ഇവിടെ പറഞ്ഞു 2023 എനിക്ക് ഡിവോഴ്സ് പോയ കാര്യം ഓൾ അങ്ങനെ ചെയ്ത് തന്നെയാണ്. അല്ല എന്ന് പറയട്ടെ, അതായത് എനിക്ക് അങ്ങനെ മെസ്സേജ് ചെയ്തിട്ടില്ല. വാട്സപ്പിൽ നിന്ന് അക്കൗണ്ട് അത് അവൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള നമ്പർ ആ സമയത്ത് എയർടെൽ വർക്ക് ചെയ്തിരിക്കണം. അവിടെ സിം എടുത്ത് സിം എടുത്ത് ആ സിം ആക്റ്റീവ് ആ സിമ്മിന്റെ പേര് മാറ്റിയാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ അത് ചെയ്യണം. ഓക്കെ അല്ല എന്ന് പറയട്ടെ, ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ. പിന്നെ ഒരു കാര്യം പറയാം, ഇതിന് മുമ്പ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായി. ഇത് പലരും എനിക്ക് എന്താ പറയുക വീഡിയോസും കാര്യങ്ങളും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഇതൊന്നും കൂടുതൽ പറയാത്തതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഭയങ്കര കോമയിലായിരുന്നു. അതായത് വർഷങ്ങളോളം അതായത് എൻ്റെ വീട്ടുകാരെയൊക്കെ വിട്ട് ഞാൻ വളരെ ഒറ്റയ്ക്ക് ഞാൻ അവിടെ ഒരു നാട്ടിൽ നിന്ന് ഞാൻ നിൽക്കുമ്പോൾ
അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് അത് ആ പ്രശ്നം ഉണ്ടാകും കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക് ആരും അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവസാനമാണെങ്കിൽ ഡിവോഴ്സും കാര്യങ്ങളും ആയതിന്റെ കാരണം അത് ഞാൻ അടുത്ത വീഡിയോ വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ പോട്ടെ അടുത്ത വീഡിയോസ് ഞാൻ എന്തായാലും ഇതിന്റെ പുറകെ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ആരുടെ വിധം പിടിച്ചിട്ടാണ് അല്ലെങ്കിൽ ആരുടെ എന്ത് പിടിച്ചിട്ടാണ് ഞാൻ അവസാനം എൻ്റെ വീട്ടിലോട്ട് കൂടും പിടിക്കാതെ ഇറങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം കൂടും പിന്നത്തെ കാര്യം പറയുന്നത് കുറേ ചാറ്റാണ് അതിന് ചാറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടില്ല യൂട്യൂബിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ഹാക്ക് ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് ഐഫോൺ എന്ന് പറയുന്ന മൊബൈലാണ് അത് അന്ന് ഞാൻ ഐഫോൺ 6 ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ കുറേ സ്ത്രീകൾക്ക് മെസ്സേജ് കാര്യങ്ങൾ പോയായിരുന്നു അതിന് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് അല്ല അതിന് മുന്നേ എനിക്ക് കുഞ്ഞാറ്റ ചാനൽ അക്കൗണ്ട് ഉണ്ടായിരുന്ന നമ്പറിലുള്ള ആ അക്കൗണ്ടിൽ അന്ന് പോയിരുന്നു അതിനെക്കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെയാണ് രാത്രി കാലങ്ങളാണ് പല പെൺകുട്ടികൾക്ക് മെസ്സേജുകൾ പോയിരിക്കുന്നത് ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് അത് ചേട്ടാ ആ ഫോട്ടോ കിട്ടുമായിരുന്നെങ്കിലേ അതിപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ കാറിലിരിക്കണ ഫോട്ടോ ഒരാൾക്ക് സെൻഡ് ചെയ്യണ രീതിയിലുള്ള ഫോട്ടോ അല്ലേ ആ ഫോട്ടോയും അത് വേറെ ഫോട്ടോയും ആയിരുന്നു അയച്ചേർന്നേ എടാ ഈ ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുന്നില്ല എടുത്ത് അയച്ചേക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് നമ്മൾ സീൻ ചെയ്യുമ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞൊരു സംഭവം വരും അല്ലേ ഇത് കയ്യിൽ നിന്ന് എടുത്ത് അയച്ചിരിക്കുന്ന അല്ലേ ഒരു ദിവസം ഇങ്ങനെ മെസ്സേജ് വന്നിട്ട് ഒരു കുട്ടി ആ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആൾ മെസ്സേജ് അയച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ആളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്കാണ് അയച്ചിരുന്നത് ചാറ്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനാണെന്ന് ചോദിച്ചപ്പോൾ അന്നേ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അന്നേ ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് പോയില്ല അപ്പം പിന്നെ നമ്മൾ ഈ ഫോട്ടോ കാര്യങ്ങൾ കൂട്ടുകാർക്ക് നമ്മൾ സ്റ്റോറി അതിൻ്റെ അത്ര സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പല ആളുകളും ആ മെസ്സേജ് അയച്ചത് ഞാനല്ല കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അക്കൗണ്ട് വിളിക്കുന്നില്ല അത് കുറച്ച് നാളായി ഞാൻ 2024 ലാസ്റ്റായപ്പോൾ ഈ അക്കൗണ്ട് ഞാൻ തുടങ്ങിയത് തന്നെ അപ്പം അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കൊടുത്തേക്കാം ഞാനല്ല ഉപയോഗിച്ചിരുന്നത് പിന്നെ MacOS അങ്ങനെ എന്താ സംഭവത്തിലാണ് ആദ്യം അവിടെ നിന്നൊക്കെയാണ് ഇത് ലോഗിൻ ആക്ടിവിറ്റി കാണിച്ചിരുന്നത് സമയത്ത് സ്ക്രീൻഷോട്ട് കൊച്ചു ചെയ്യുന്നതിൻ്റെ കാര്യം കേട്ടോ അപ്പം അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാക്കില്ലായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു മാക്ക് നമ്മൾ ഗോവയിൽ ദിവസം യാത്ര പോയപ്പോൾ അതിൽ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് അത് ആ അക്കൗണ്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മാക്ക് നമ്മൾ മേടിച്ച് മാറ്റി 1-2 ആഴ്ച കൊണ്ട് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ മേടിച്ചായിരുന്നു പോകാൻ പറ്റില്ല ഗോവയിൽ അടിച്ചുകൊണ്ട് പോയ സമയത്ത് നമ്മൾ പിന്നെ നമ്മൾ മാക്ക് മേടിച്ചിട്ടില്ല അപ്പം മാക്ക് എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ തൊട്ടില്ല അതിൻ്റെ ആക്ടിവിറ്റി ലോഗിൻ വന്നത് അത് ഞാനല്ല ഒന്ന് കാണുന്നുണ്ടെല്ലാം ദൈവം കാണുന്നുണ്ടെല്ലാം ഞാൻ ഇന്നിപ്പോ ഈ ഒരു വീഡിയോ അപ്പൊ ഗൈസ് ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ ഇത്രയും ചിന്തിച്ചു നോക്കിക്കോ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2021 അപ്പൊ ഒരു കാര്യം സത്യം നിങ്ങൾ തെളിഞ്ഞേ എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു ഞാനത് എന്തൊക്കെയാ അയച്ചേക്കണമെന്നൊന്നും എന്റെ പൊന്നടാവേ ഞാൻ പറയുന്നില്ല അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ നിങ്ങൾ ആള് സമ്മതിച്ചല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയല്ലോ എല്ലാം പറയണത് പകുതി നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവള് സമ്മതിച്ചു അവള് വീഡിയോ ഇട്ടിട്ടുണ്ട് അവള് സമ്മതിച്ചു അവള് സമ്മതിക്കണം ഇനി ഞാൻ അടുത്ത തരാം ഇനി ഞാൻ ഒന്നായിട്ട് ഞാൻ തരാം ഇട ഞാൻ ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങേയറ്റം പ്രശ്നമായി ആളുകൾ വരണം മൊത്തം കേട്ടിട്ടിരുന്ന് ഈ പെണ്ണുങ്ങൾ മാത്രം പറഞ്ഞ് മാത്രമാണ് കേട്ടുള്ളൂ ആണുങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണം ഞാൻ ഒരു കാര്യം ഊന്നി ചോദിക്കുകയാണ് നിങ്ങൾ തന്നെ ഇത് ചോദിക്കണം ഇത്രയും സത്യസന്ധമായിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ ആള് എനിക്ക് അങ്ങനെ രാത്രി മെസ്സേജ് അയച്ചു എന്നോ എനിക്ക് അങ്ങനെ ചെയ്തു എന്നോ അത് ചെയ്തു ഇതൊന്നും പറയാത്ത എന്ത് എനിക്കെതിരെ കേസ് കൊടുത്തെന്നും പറഞ്ഞ് മാത്രമല്ല വീഡിയോ ഇട്ടേക്കണേ അപ്പൊ നിങ്ങൾ ഇത് ചോദിച്ചു നോക്കണം എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല ഇതുപോലെ ഞാൻ പറയാത്ത പല കാര്യങ്ങളും ഉണ്ട് ഞാനതെല്ലാം ഞാൻ പറയാം എന്നെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യണോ അത്രത്തോളം ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും ഇനി ഞാനാണെങ്കിൽ ചാറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ ഒന്നും കൂടുതലായിട്ട് ഞാൻ വെച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇതെല്ലാം വെക്കും അപ്പൊ പുതിയൊരു ഇത് വന്നിട്ടുണ്ട് ഞാൻ കൊച്ചിന്റെ കാര്യത്തിലേക്കൊന്നും കടന്നിട്ടില്ല ഞാനിതെല്ലാം കറക്റ്റായിട്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുതരാം എൻ്റെ കയ്യിൽ കോംപ്രമൈസിൻ്റെ നമ്മുടെ ഇത് കിട്ടിയതുണ്ട് അത് പെറ്റീഷണർ ശരിക്കും ഞാനായിരുന്നു ഇത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിനെ കാണാണ്ട് ഭയങ്കര മെൻ്റലി ട്രോമ അടിച്ച് അതായത് ഇവള് പോയി കൊച്ചും പോയി ആകെ ഞാൻ ബേകളെ എന്താ പറയുക വെള്ളം കുടിക്കട്ടെ കേട്ടോ ആകെ ഞാനാണെന്നുണ്ടെങ്കിൽ വിഷമിച്ച് ഒച്ചപ്പാടും ബഹളവും വീട്ടിൽ കരച്ചിലും ബഹളവും ഒക്കെ ആയി ലാസ്റ്റ് ഞാൻ എൻ്റെ വക്കീലിനോട് പറഞ്ഞു വക്കീൽ ഒരു കോംപ്രമൈസ് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് ഇത് ചെയ്തതാ അതായത് ഇതിന്റെ മാറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നത് അവരുടെ വക്കീലാണ് തന്നത് എൻ്റെ വക്കീൽ എന്നെ കാണിച്ചു എനിക്ക് കൊച്ചിനെ കാണണമായിരുന്നു എനിക്ക് കൊച്ചിനെ മറക്കുമെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് എനിക്ക് കൊച്ചിനെ കാണണമായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ അതെല്ലാം അംഗീകരിച്ച് ഞാൻ 2-3 മാസം ഞാൻ പോയേ ബാക്കി ഞാൻ പറയാം അപ്പൊ ഇനി അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഞാൻ മറ്റേ പൈസ കാര്യങ്ങൾ കൊടുക്കണത് നിർത്തി അതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കാണാം മാസത്തിൽ 2 ശനിയാഴ്ച അത് ഞാൻ ഇവിടുന്ന് അവിടെ പോകണം എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ അനിയനും ഇവിടെ ഇല്ലല്ലോ അപ്പൊ അവർക്ക് കാണാനുള്ള അധികാരമുള്ളൂ ഫോട്ടോ എടുക്കാം പക്ഷെ ആർക്കും അയച്ചു കൊടുക്കാൻ പാടില്ല എവിടെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഇന്ന് ചെയ്യാൻ പാടില്ല എനിക്ക് ഫുൾ നിയന്ത്രണമേ അതുകൂടാണ്ട് 5000 രൂപ ഈ പറയുന്ന ആളുടെ അപ്പന്റെ അക്കൗണ്ടിലേക്ക് അതായത് എൻ്റെ കൊച്ചിന്റെ അമ്മയുടെ അപ്പന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം അത് കൂടാണ്ട് ഇവളുടെ ഈ കൊച്ചിനെ കൊണ്ടുവരുമല്ലോ അത് ഈ പറയുന്ന കൊച്ചിന്റെ അമ്മയുടെ അമ്മയാണ് കൊണ്ടുവരുന്നത് ആ അമ്മയ്ക്ക് കൊണ്ടുവരുന്നതിനുള്ള പൈസ ഞാൻ കോടതി കൊണ്ടുവരുന്നതിനുള്ള പൈസ ഞാൻ കൊടുക്കണം അത് 500 വെച്ച് കൊടുക്കണം 2 ശനിയാഴ്ച ആകുമ്പോൾ 1000 രൂപയോ അപ്പൊ 6000 രൂപ ഇത് കൂടാണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന്റെ സ്റ്റഡി എക്സ്പെൻസ് അത് ഞാൻ നോക്കണം
അതുകൂടാണ്ട് കൊച്ചിന് ഹോസ്പിറ്റൽ ചിലവ് 3000 രൂപയ്ക്ക് മേളിൽ വന്നാൽ അതും ഞാൻ കൊടുക്കണം. ഇതെല്ലാം ഞാൻ കൊടുക്കാം. പക്ഷെ കൊച്ചിനെ മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിർത്തത്തില്ല, വിടത്തില്ല. കൊച്ചിനെ എൻ്റെ കൂടെ വിടത്തില്ല. ഒന്ന്, എനിക്ക് കൊച്ചിനെ കോടതി ചെന്ന് അവിടുന്ന് ജസ്റ്റ് ആ ദിവസമെങ്കിലും പുറത്ത് കൊണ്ടുപോകാനുള്ള അധികാരം അതില്ല. 2, മൂന്നാമത്തെ കാര്യം, കൊച്ചി കിലോ കണക്കിന് ഫ്രൂട്ട്സ് ആണ് ഡെയിലി തിന്നുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം കേട്ടോ, ഫ്രൂട്ട്സ് കിലോ ഒക്കെ അതിന് ഞാൻ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഈ ജൂൺ തൊട്ട് ഞാൻ കൊച്ചിൻ്റെ പഠിക്കാനുള്ള പൈസ ഞാൻ കൊടുക്കണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ജൂൺ വരുമ്പോൾ തൊട്ട് 5000 എന്നുള്ളത് 6000 രൂപ, പിന്നെ എല്ലാ വർഷവും 1000. ഇതൊന്നും കൊടുക്കണേന് എനിക്ക് കുഴപ്പമില്ല. ഒരു അച്ഛൻ്റെ അവകാശം എന്ന് പറയുന്നത് കോടതി ചെന്ന് സ്ട്രേഞ്ചറെ പോലെ ഞാൻ നിന്ന് കണ്ടിട്ട് കൊച്ചിൻ്റെ കൂടെ ഫോട്ടോ, ഒരു എന്താ പറയുക, ഒരു അവകാശമില്ലാത്ത രീതിയിൽ ഞാൻ ഇത്രയും പൈസ കൊടുത്ത്. എൻ്റെ ഇപ്പോൾ ഒന്നുമില്ല, എനിക്കൊരു ജോലി കാര്യങ്ങളൊന്നുമില്ല, ഞാൻ യൂട്യൂബ് കാര്യങ്ങൾ അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ നടന്ന് പോകുന്നുണ്ട് എന്തായാലും. പക്ഷെ എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്നുണ്ടായിരുന്ന എല്ലാം കൊണ്ടുപോയില്ലേ, എല്ലാം കൊണ്ടുപോയിട്ടും പിന്നെ ഞാൻ ഈ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഇന്ന് നക്കി തിന്നാൻ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ എന്നാ ചെയ്യും? കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ ഒരച്ഛന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും എനിക്ക് വേണം. എല്ലാ അവകാശങ്ങളും എനിക്ക് തരാമെങ്കിൽ ഞാൻ ആ പൈസ കൊടുത്തേനെ. പക്ഷേ 2-3 മാസം ഞാൻ കൊടുത്തു, എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. എൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാം തെളിവുണ്ട്, എല്ലാ സാധനത്തിനും തെളിവുണ്ട്. കൂടുതൽ പറയും തോറും ഞാൻ കൂടുതൽ പറയുകയും ചെയ്യും, ഞാൻ കൂടുതൽ കാണിക്കുകയും ചെയ്യും. ലീഗലായിട്ട് പോയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ആകെ പാടാൻ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, പറയുന്ന കാര്യത്തിന് കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിക്കണം. അപ്പനെയുള്ള എല്ലാ ഞാൻ എന്തെങ്കിലും ഞാൻ ഇത്രയും പറട്ടെ, ഞാൻ ഇന്നലെ ആ കഴിഞ്ഞ ദിവസം ആ കൊച്ചി ഞാനിവിടെ ചെറിയൊരു കാര്യം അപ്പം ഇവളെ എനിക്ക് പൈസ കാര്യങ്ങൾ അയച്ചു. അപ്പോൾ ഒരു ദിവസം സ്ക്രീൻഷോട്ട്, നമ്മുടെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അയച്ചു. 2 ലക്ഷം രൂപയുടെ ഏതാണ്ട് ഒരു എമൗണ്ടിന്റെ കാര്യം പറഞ്ഞാണ് എനിക്ക് ഗൂഗിൾ പേ അയക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ എനിക്ക് 3000 4000 രൂപ, അത് തുണിയുടെ നമ്മൾ പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് തുണി എടുക്കാൻ പോണതിനും അതിൻ്റെ ഒക്കെ കാര്യം, പിന്നെ നമുക്ക് അത്ര ചിലവുണ്ടായി. ആ സമയത്ത് എൻ്റെ താടെ മുടിയാനായിട്ട് താടയും പൊട്ടിയിരിക്കുമായിരുന്നല്ലോ, തിന്നാനാണെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ കൊച്ചു എൻ്റെ കൂടെ ഉണ്ട്, അതിന് വേണ്ടി ഇടയ്ക്ക് പൈസ അയച്ചിരുന്നു. ഇതിങ്ങനെ അയച്ചതിൻ്റെ കുറച്ച് പൈസ കാര്യങ്ങൾ ഇങ്ങനെ ഷോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ബാക്കി സ്ക്രീൻഷോട്ട് എവിടെ? ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്യാം. പക്ഷെ ഞാൻ ചോദിച്ചു, എന്തിയേ ആ സ്ക്രീൻഷോട്ട് എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ആള് നൈസായിട്ട് ഉരുളി കളിച്ചു. അത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, വീഡിയോ സ്ക്രീൻ റെക്കോർഡായിട്ട് വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഫോണിലാണ് എന്തോ അയച്ചപ്പം ഈ നിർഗുണ എന്നെ പറയാം, അവന് ഞാൻ എന്നെ പറയണേ, അവന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, ഇത് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഈ ഒരു മറുപടി ഞാൻ കൊടുക്കണ ഈ ചേച്ചിക്കാട്ടോ. ചേച്ചിയാണെങ്കിൽ കുറേ മെസ്സേജ് എനിക്ക് അയക്കണം. എനിക്ക് 100 മെസ്സേജ്. ഒരു കാര്യം കൂടെ പറയാം, ഇപ്പൊ തന്നെ ഞാൻ എന്റെ പൊന്നളിയാ, നീ കടന്ന് മെഴുകുന്നത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. സത്യമുള്ള കാര്യം പറയാം, നിനക്ക് ഇപ്പൊ എവിടെ നിന്ന് പാസം വന്നേന്ന് വരെ ചോദിക്കേണ്ടി ഇരിക്കുന്നു. അതിന്റെ റീസൺസും ഉണ്ട്. ഇനി നിനക്ക് നിന്റെ കുഞ്ഞിനെ കാണണമെങ്കിൽ നീ നിയമപരമായിട്ട് കോടതി വഴി നീ കാണാനുള്ള അവസരം ഉണ്ടാക്കടേ. അല്ലാണ്ട് അവർ കാണിച്ചു തരുന്നില്ല. നിനക്ക് എങ്ങനെ കാണിച്ചു തരും? കുഞ്ഞാറ്റ നിനക്ക് എങ്ങനെ കാണിച്ചു തരും ആ കുട്ടിയെ? ഇത്രയും അപരാധിയായ ഒരു തന്തെ എങ്ങനെ ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കും? അവരെ ഞാൻ തെറ്റ് പറയത്തില്ല. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർ ശരിയാണ്. നിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിനക്ക് നിന്റെ കുട്ടിയെ കാണാൻ പറ്റുന്നില്ല, നിന്റെ കുട്ടിയെ കാണിച്ചു തരുന്നില്ല. അവന്റെ കുട്ടിയെ പോലും കാണിച്ചു കൊടുക്കാത്ത ഒരു കുടുംബം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചിന്തിക്കാം. പക്ഷെ അതല്ല അവിടെ ശരി. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, ആ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാടാ നിനക്ക് ഇത്രയും അപരാധം കാണിച്ച് ആ പെണ്ണിനെ ഇത്രയും ഉപദ്രവിച്ച് ഇത്രയും ആ പെണ്ണിനെ ടോർച്ചർ ചെയ്ത നിനക്ക് ആ കുട്ടിയെ അവർ കാണിച്ചു തരും? എങ്ങനെ കാണിച്ചു തരും? എടേ, ഞാൻ ഒരു കാര്യം പറയാം. കുഞ്ഞാറ്റ നിന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നെ അവൾ കല്യാണം കഴിച്ചതാണ്. ആ പെണ്ണ് നിന്റെ നാശം കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. പക്ഷേ നീ ഇത്രയും തന്തയിലായ്മ ആ കുട്ടിയോടെ ചെയ്യാണ്ട് ആ കുട്ടി ഒരിക്കലും നിന്നെ വെറുക്കത്തുമില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ ആ പെണ്ണ് നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് വഴി ചാറ്റ് ചെയ്യിപ്പിച്ചെന്ന് പറയുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ എന്താ തെറ്റ്? എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. കാരണം അവളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവളുടെ കാമുകൻ പെർഫെക്റ്റ് ആണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ടിനെ കൊണ്ടോ മറ്റാരെയും കൊണ്ടോ ഒരേ അക്കൗണ്ട് വഴി ചാറ്റ് ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ നീ അവിടെ വീഴുമോ ഇല്ലേ എന്ന് അവൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. നീ തിരിച്ചും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും തെറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു എവിടെയെങ്കിലും ചെറിയ സംശയം തോന്നി ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ നീ ആ പെണ്ണിനോട് കാണിച്ചിട്ടുള്ള ക്രൂരതയ്ക്ക് ആ പെണ്ണ് നിന്നെ ഇങ്ങനെ വച്ചയക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സീരിയസ്ലി. അതുപോലെ ആ കുട്ടിയെ കാണിച്ചു തരാത്തില്ല. ആ കുടുംബത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ അപ്പൻ എന്ന രീതിയിൽ നിനക്ക് ആ കുട്ടിയെ കാണാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ നീ നിയമപരമായിട്ട് ആ റൈറ്റ്സ് വാങ്ങി ആ കുട്ടിയെ പോയി കാണുക. ഇവിടെ കുഞ്ഞാറ്റ തന്നെ പറയുന്നുണ്ട്, നീ ചെലവിന് കൊടുക്കാറില്ല. ഓക്കെ, നിന്റെ പൈസ ഇല്ല, നിനക്ക് ജോലിയില്ല എന്ന് നീ ഇവിടെ പറയുന്നുണ്ട്. എടാ, പണിക്ക് പോടാ. ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പണിക്ക് പോ. ഇതല്ലെങ്കിൽ വേറൊരു മാർഗം നോക്ക്. യൂട്യൂബിൽ നിനക്ക് ഇൻകം നീ വിചാരിക്കുന്നില്ല, കിട്ടുന്നില്ല, വേറൊരു മാർഗം നോക്ക്. കൂലിക്ക് പണിക്ക് പോകും, അന്തസ്സുണ്ട്, ആരോഗ്യമുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്ക് വിചാരിക്കുന്ന ഇൻകം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു പണി നോക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ ഇവൻ ഇച്ചായ കിടന്നങ്ങ് മെഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ഈ ഒരു ഫാക്ടർ എടുത്തുമ്പോൾ ഇത് കാണുന്ന ഒരുപാട്
മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് കാണുമ്പോൾ കുഞ്ഞിനെ പോലും അവനെ കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ഇമോഷൻ ജനങ്ങളിലേക്ക് കയറും. ഇത് കയറ്റാൻ വേണ്ടിയിട്ട് അവൻ ട്രൈ ചെയ്യുന്ന മെഗാസ്റ്റാർ അഭിനയമാണ് ഈ സാധനം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിനക്ക് കുട്ടിയെ കാണണമെങ്കിൽ നിയമപരമായിട്ട് പോ. നീ ഇവിടെ സോഷ്യൽ മീഡിയ കിടന്ന് ചെളിവാരിയിട്ട് അടിക്കുന്നതിന് ഫോർച്യൂണറിന്റെ അടുത്ത ടയർ വാങ്ങാനാ? അതായത് BMW എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഇനി കുഞ്ഞാറ്റ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതാദ്യം നിങ്ങളൊന്ന് കേട്ടു. ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല പണ്ടത്തെ പോലെ ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഇതിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പീസ്ഫുൾ ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കിടെ കയറിയിട്ട് കുറെ ഓസ്കാർ ലെവൽ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഓരോന്ന്. അപ്പോൾ ഇതിനകത്ത് പെട്ടുപോയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് പൊന്നൂസ് ഞാൻ എന്നാണ് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ പ്ലാറ്റ്ഫോം തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചാണ്. അവള് ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ഇങ്ങനെ ഒരു കാര്യമോ അല്ലെങ്കിൽ അവൾ ഇതിനകത്ത് പെട്ടുപോയതാണ്. മീൻസ് അവളുടെ പേര് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അവളുടെ പേരും വേറെ കുറച്ച് ഇൻഫ്ലുവൻസറിന്റെ പേരും വേറെ കുറച്ച് പേരുടെ പേരോടെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ആ ചാറ്റിൽ അത് പെട്ടുപോയതാണ്. അല്ലാതെ പൊന്നൂസ് ഈ ഒരു പ്രശ്നത്തിലുമല്ല അവൾക്ക് ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ എനിക്കറിയാവുന്നതിൽ വെച്ചിട്ട് അവൾ ഏറ്റവും നല്ലൊരു കുടുംബിനി തന്നെയാണ്. നന്നായിട്ട് കുടുംബം നോക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾക്കും ഇതുവരെ മോശമായിട്ട് മെസ്സേജ് മറ്റേ വ്യക്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗമ ഞാൻ അവരുമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരു ഇത് നേരത്തെ കണ്ട ഒരു കാര്യമാണത്. ഞാൻ ആ ഒരു മെസ്സേജ് ഞാൻ നേരത്തെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് അന്നേ പൊന്നൂസായിട്ട് സംസാരിച്ച് അത് എന്താണെന്ന് തീരുമാനം ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുക പോലും, ഇത് ഇത്ര അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കുക പോലും ചെയ്തില്ല. കാരണം എനിക്കറിയാം അവൾ എങ്ങനെയുള്ള ഒരാളാണെന്ന്, അതുപോലെ തന്നെ ഈ വ്യക്തി എങ്ങനെയുള്ള ഒരാളാണെന്നും. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വലിയ പൊങ്ങച്ചം പറയുന്ന രീതിക്ക് അതും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരും ഈ പൊന്നൂസും അതുപോലെ തന്നെ എന്റെ അമ്മേനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അല്ലാതെ ഇതിനകത്തോട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇൻഫ്ലുവൻസ്ഡ് അല്ല. ഇതിനകത്ത് അയച്ച കുട്ടികളെല്ലാം എനിക്ക് തിരിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അയക്കാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരാളും ഇന്ന് ഇൻവോൾവ് അല്ല. എനിക്ക് അറിയാവുന്നതിൽ വെച്ച് പൊന്നൂസ് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് അവള്. താങ്ക് യു. ഞാനിപ്പോൾ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ 2023 ഞാൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്, ഞാൻ അയാൾക്ക് അതായത് ഞാൻ അമലിന് മെസ്സേജ് അയച്ച് അമല് മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. അതെ, ഞാൻ അമലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും പറഞ്ഞ് തന്നെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവന്റെ കോളേജിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് മെസ്സേജ് അയച്ചു. ആളായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ആളുമായിട്ട് ഇവൻ മെസ്സേജ് അയച്ചു. വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഞാനത് കണ്ടു, പിടിച്ചു. രണ്ട് കൂട്ടരും പറഞ്ഞു, ക്ഷമിച്ചു, വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ മെസ്സേജ് അയച്ചു. നമ്മുടെ ഫാൻ പേജുകളൊക്കെ നടത്തുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. ഫാൻ പേജ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ പേജ് നടത്തുന്ന പെൺകുച്ച് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് ഇവൻ കുറച്ച് ന്യൂഡ് പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് അതിങ്ങനെ ഒരു 5-6 കേസ് കഴിഞ്ഞ പിന്നെയാണ് ഇവൻ ഇതെല്ലാം നിർത്തി. ഞാനിനി ഇങ്ങനെയൊന്നും പോവത്തില്ല, അപ്പോൾ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വാക്കും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു. മിക്കുവിന് അന്ന് 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ട് ഞാൻ അതായത് അമൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അതായത് എനിക്ക് ഓൾറെഡി പുള്ളിയുടെ ഡൗട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണോ, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവൻ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ MDMAയുടെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൺപിള്ളേർക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഒരാൾ ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവൻ ഇപ്പോഴും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതെല്ലാം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഞാൻ അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തത്. സോ ഇതുപോലെയാണ് ഞാൻ 2023 ഫസ്റ്റ് കേസ് ഫയൽ ചെയ്യുന്നത്. ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാൾ എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് കൂടി. ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ, പുള്ളി കരയുന്നു, മെഴുകുന്നു, അപ്പോൾ പുള്ളി ഇനി നന്നാവും, അങ്ങനെയാണ്, ഇനി ഒരു ഇതുണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിന് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്. ഓൾറെഡി എൻ്റെ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് മിക്കുവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ്ലി ചെയ്യുമ്പോൾ
ഞാൻ ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് തരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ഞാനൊരു ഡിവോഴ്സിന്റെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു. ഈ മെസ്സേജൊക്കെ ഇവന്റെ ആരയച്ചതാണ്, അത് ആരയച്ചതാണ്? അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് കുറെ പെൺകുട്ടികൾ അയച്ചേക്കുക, ചേച്ചി അന്ന് പറയാൻ പറ്റിയില്ല, നിങ്ങളുടെ ഫാമിലി തകരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അന്ന് പറയാൻ പറ്റി. ഇപ്പൊ ഞാനിട്ട പോസ്റ്റിന്റെ ഇതില് ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി എങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊരു എക്സ് പോലും ഉണ്ടായിട്ടില്ല. ഞാൻ +2 പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ 10th പഠിക്കുമ്പോഴോ വേറൊരു ലവറോ അല്ലെങ്കിൽ വേറൊരാളോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ സ്നേഹിച്ചത് ഈ മഹാപാപിയെയാണ്. സ്നേഹിച്ചു, അവനെ കല്യാണം കഴിച്ചു. എനിക്കങ്ങനെ എക്സോ അല്ലെങ്കിൽ ഞാൻ കുറെ പേരുടെ കൂടെ നടന്നിട്ടോ അല്ലെങ്കിൽ കുറെ പേർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവോ അങ്ങനെയുള്ളൊരു സംഭവം എൻ്റെ ലൈഫിലില്ല. അപ്പോ അങ്ങനെ ഇത്രയും നാൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് നിന്നില്ലേ. അപ്പൊ ഇനി കുറച്ച് എൻ്റെ ലൈഫിൽ നടന്ന കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ എന്തായാലും എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈവൻ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ്. ഇത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു ഡ്രഗ്സിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഞാൻ പറയുന്ന, അതായത് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതിനപ്പുറം നടന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടിയും പറയണ്ടേ നമുക്ക്? ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്തായാലും എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ എനിക്ക് അതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ. ഞാൻ ലീഗലി ഓൾറെഡി ഞാൻ കേസായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നെ കാര്യമാക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കോനെ കാണിക്കാത്തതിന്റെ കേസിലും അവൻ ഓൾറെഡി അതിന്റെ കാര്യം ഞാൻ പറയാം. കാണിക്കാത്ത കേസൊന്നുമല്ല, അവന് കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ടാവും. വന്ന് കാണാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. പിന്നെ ഉള്ളത് മിക്കോനെ കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കോനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്, മിക്കു ഇപ്പൊ എന്റെ കയ്യിൽ പെർമനന്റ് കസ്റ്റഡിയാണ്. അതുപോലെ തന്നെ മിക്കുവിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് എന്ന മിക്കുവിന്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ മിക്കുവിന്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരിയിൽ, അതിന് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം, നവംബറിലും ഡിസംബറിലും ജാനുവരിയിലും ആണോ എന്നറിയില്ല, 2 മാസം പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. കൊച്ചിന് 5000 രൂപ വെച്ച് എൻ്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ടാണ് ഇടേണ്ടത്. അങ്ങനെ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണും പുള്ളി മിക്കുവിന് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരിയിൽ, ഈ വർഷം തുടക്കത്തില് ജാനുവരിയിൽ, കൊച്ചിന് എന്നോട് സ്നേഹമില്ല, എനിക്കിനി കൊച്ചിനെ വേണ്ട, എനിക്കിനി കൊച്ചിനെ വിളിക്കണമെന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നുമില്ല, ഞാനിനി കൊച്ചിനെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ വക്കീലിനോട് സംസാരിച്ച് കൊച്ചിന്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ 2 തവണ വിളിക്കായിരുന്നു. അതുപോലെ തന്നെ മാസത്തിൽ 2 തവണ കാണാറുന്നു. അത് കോടതി വളപ്പിൽ വെച്ചിട്ടാ കാണാൻ പോളൂ, കാരണം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളല്ല ഈ കൊച്ചിനെ ഇത് ചെയ്യണേന്റെ പെറ്റീഷണർ, പുള്ളിയാണ് പെറ്റീഷണർ. പുള്ളി ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നതാണ്, അല്ലാതെ കൊച്ചിനെ എടുത്തോ, പെർമനന്റ് കസ്റ്റഡി എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളി പെറ്റീഷൻ കൊടുത്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് മിക്കു. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള അവകാശം, അതുപോലെ തന്നെ ചെലവിന് കൊടുക്കണം, 5000 രൂപ ചെലവിന് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് തോന്നുന്നു ഡിസംബറിലും ജാനുവരിയിലും പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. ഒരു 2 or 4 തവണ എങ്ങാണ്ട് പുള്ളി കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്, 2 തവണ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കൊച്ചിനെ വേണ്ട, കൊച്ചിനെ കാണണ്ട, ഇനി കൊച്ചുമായിട്ട് ഒരു ഇതുമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ തിരിച്ച് മേടിക്കാന്ന് പറഞ്ഞ് ഫോൺ തിരിച്ച് മേടിച്ചുകൊണ്ട് പോയ ഒരാളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എൻ്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി കോടതി വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് പോയി കാണേണ്ടതാണ്. അതിന് ഓൾറെഡി കോടതിയിൽ നിന്നൊരു ഉത്തരവ് കിട്ടിയതാണ്. ഇനിയും കോടതി വഴി പോകണം. കാരണം ഇത്രയും നാളും ചെലവിന് തരാത്തതുകൊണ്ടും കൊച്ചിനെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടും കൊച്ചിനെ വിളിക്കാത്തതുകൊണ്ടും ഇനിയും കോടതി വഴി തന്നെ പോയാലാണ് അതിന് അതിൻ്റെതായ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എൻ്റെ കുട്ടീനെ കാണിക്കുന്നില്ല, അവർക്ക് പൈസ കൊടുത്താലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്, അതായത് ഇത്രയും നാളത്തെ പൈസ, അതായത് മാസം 5000 രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും നാൾ വരുമ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് ആവും. കൊച്ചിന്റെ ഫീസ് വരുന്നത് ബെക്ചേതല പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, CBSE ആണ്. അത്യാവശ്യം ഫീസ് ഉണ്ട്, ഏകദേശം ഒരു 42,000 ഇപ്പം ഏകദേശം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹാഫ് അവൻ തരണം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൊച്ചിനെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത്, കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവന്റെ പൈസ ഉൾപ്പെടെ ഞാനാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചിനെ നോക്കേണ്ട രീതിക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കാണാനും വിളിക്കാനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരു കൂലിപ്പണിക്ക് പോകുന്നവർക്ക് കിട്ടും അത്യാവശ്യം ഒരു പൈസ, ഡെയിലി വേജസ്. അതുപോലും അത് പണിയില്ല, എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാണ് കൊച്ചിന് ചെലവ് കൊടുക്കാത്തത്. എനിക്ക് കൊച്ചിന് ചെലവിന് കൊടുക്കാത്തതിൽ ഒരു വിഷയമില്ല. പക്ഷേ
ഒരു കാര്യം ചിന്തിക്കണം, അതുപോലും കൊടുക്കാൻ വയ്യാത്തവർ, ഇത്രയും നാളായിട്ട് ആ കുഞ്ഞിന്റെ കൂടെ ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോയിട്ട് ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സാധനമോ എൻ്റെ കൊച്ചിന് മേടിച്ച് കൊടുക്കാത്ത ഒരാൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വെഴുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പൊ വെളുപ്പിക്കാൻ നോക്കി അവിടെ ഇരുന്ന് വെളുപ്പിക്കത്തേ ഉണ്ടാവുള്ളൂ. അക്കൗണ്ട് ഹാക്കായി അല്ലാതെ പോയ മെസ്സേജുകളാണെന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ തെളിവോട് കൂടി നമ്മൾ പൊക്കിയതാണ്, തെളിവോട് കൂടി നീ സമ്മതിച്ചതാണ്, തെളിവോട് കൂടിയിട്ട് നിന്നെ പൊക്കി നീ എന്നോട് കാലേ പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞതാണ്. അപ്പോ ഹാക്കായതും എന്തുവാണെന്നുണ്ടെങ്കിലും നീ കണ്ടുപിടിക്കുക, നീ തെളിവും കൊണ്ടുപോവാ. അതായത് ഹാക്കായി പോയതാണെന്നുള്ള തെളിവും കൊണ്ടുപോവാ. ഓക്കെ, ഈ ഫാൻ പേജ് നടത്തിയ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ആ കൊച്ചു മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുക, ചേച്ചിക്ക് എങ്ങനെ ഇനി ഇവന്റെ കൂടെ ജീവിക്കാൻ പറ്റണമെന്ന്. അന്ന് വീണ്ടും അവൻ കരഞ്ഞ് കാല് പിടിച്ച്, ഒരു കാര്യം അറിയോ, ഞാൻ മിക്കുവിനെ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോൾ 6ാം മാസം, മിക്കുവിന് 6 മാസം ഉള്ളൂ, ഞാൻ അന്ന് ഞാൻ തൂങ്ങിയതായിരുന്നു. അന്നേ അങ്ങ് തട്ടിപ്പോയാൽ മതിയായിരുന്നു എന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ട്. അന്നങ്ങ് പോയാൽ മതിയായിരുന്നു. എന്തിനാ വെറുതെ നിന്ന് ഈ ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതൊക്കെ കാരണം എന്തിനായിരിക്കും? വെറുതെ തൂങ്ങും ആരെങ്കിലും? പിന്നെ ഒരു കാര്യം, അതായത് ഇവൻ ഈ അവിഹിതത്തിന്റെ കഥ, അങ്ങനത്തെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. MDMAയുടെ കഥയോടെ ഇവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവനെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാനിത് ഉപയോഗിക്കരുത്, ഞാനിത് പോലീസിന് റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുമ്പോൾ നിന്റെ വീട്ടുകാരെയും ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ ഉള്ളവർ നിന്റെ വീട്ടുകാരെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ഇനി കൊല്ലോ ചാവോ എന്താന്ന് വെച്ചാൽ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും എന്റെ ജീവിതം ഇത്രയായി, എന്റെ ജീവിതം ഇത്രയും തീർന്നു കിട്ടി, എനിക്ക് ഇനി ഇതിൽ കൂടുതൽ ഒന്നും തീരാനൊന്നുമില്ല. എന്റെ രീതിയിൽ, എന്നെ മോശമായിട്ട് പറയുന്ന രീതിയിൽ എന്തെങ്കിലും, അതായത് ഞാൻ ഡിവോഴ്സിന് മുന്നേ ആർക്കെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായതോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചതോ എന്തെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട്, അതായത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടായി ഇവനെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവന്റെ കൂടെ ജീവിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൻ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. ഇവൻ ഒരെണ്ണം. അതുപോലെ തന്നെ ഞാൻ മിക്കുവിനെ പ്രസവിച്ച് കിടന്ന സമയത്ത് ഞാൻ 9 ദിവസമാണോ 8 ദിവസമാണോ എന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. അന്ന് ഇവൻ എന്നെ അടിച്ച് ഒച്ചപ്പാടുണ്ടായി. റീസൺ പലതാണ്. ഇവൻ കൊച്ചിന് വയ്യാതിരിക്കുമായിരുന്നു. കൊച്ചിന് വയ്യാതിരിക്കുന്ന സമയത്ത്, അതായത് മഞ്ഞപ്പ് കൂടിയിട്ട് ഹോസ്പിറ്റലൈസ് ആവുമായിരുന്നു. അതായത് ഒട്ടും വയ്യായിരുന്നു, കുഞ്ഞിന് മഞ്ഞപ്പ് കൂടി. അപ്പൊ ഞാനിത് ഇവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവൻ മോളി വന്ന് കിടക്കുക. കാരണം ഇതാണ്, 3-4 ദിവസം MDMA ഒക്കെ അടിച്ച് സെറ്റായി, ഇനി 4 ദിവസം കിടന്ന് ഉറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനന്ന് ഇവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊച്ചിനൊട്ടും വയ്യ, എനിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു ഏതെങ്കിലും കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോ എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല അന്നേരം. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് പിന്നെ അതിന് മുന്നേ 2 ദിവസം മുന്നേ ഒരു പ്രശ്നം ഉണ്ടായി. ഞാനും അമ്മളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്നെ തല്ലി. ഞാൻ അന്നേരം എനിക്കൊരു ഒന്നും പറ്റിയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബോധം കെട്ടി വീണു. അന്ന് എനിക്ക് കുറച്ചുകൂടി വണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്തും മേത്തും ഒക്കെ നമുക്ക് അത്യാവശ്യം പ്രസവിച്ച് എണീറ്റതായതുകൊണ്ട് കുറച്ച് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഖത്തുള്ളത് കൊണ്ട് ഇവൻ അടിച്ച പാട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇവനല്ല ഇവന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫോടും കൂടിയിട്ട് എന്നെയും കൊച്ചിനെയും കാണാൻ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ റൂമിൽ കിടക്കുക. എനിക്ക് ബോധമില്ല. എനിക്ക് ബോധം വന്നത് രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ്. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് അവർ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണു തുറക്കുമ്പോൾ ഇവന്റെ അമ്മ എന്റെ തലയിൽ തൊല്ലോടിയിട്ട് പറഞ്ഞു വീട്ടിൽ നടന്ന കാര്യമൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലുകാർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും അടി ഉണ്ടായോ, പ്രശ്നം ഉണ്ടായോ, മുഖം എന്താ എങ്ങനെ ഇരിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടായില്ല, ഞാനൊന്ന് വീണതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവന്റെ കൂട്ടുകാരന്റെ വൈഫോടും കൂടി, ഞാൻ അവരുടെ പേര് ഇവിടെ പറയുന്നില്ല, വൈഫോടും കൂടിയിട്ട് പുള്ളിക്കാരത്തിന്റെ അടുത്ത് ചോദിച്ചു ഇവളിങ്ങനെ കിടന്നിട്ട് നിങ്ങൾ ആരും കണ്ടില്ല, നിങ്ങൾ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ എന്ന് വെച്ച് പറഞ്ഞു. അവള് വാതിൽ കുറ്റിയിട്ടേക്കുമായിരുന്നു എന്ന്. ഞാൻ ആ കുഞ്ഞിനെയും ഇട്ടിട്ട് അവിടെ അപ്പൊ ഈ ബോധം കെട്ടുകിടക്കുന്ന ഞാൻ എങ്ങനെയാണ് വാതിൽ കുറ്റിയിടുന്നത്? അപ്പൊ എന്നെ കാണാൻ വന്നവരെങ്ങനെയാണ് എന്നെ കണ്ടത്? അപ്പോൾ ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറം അവിടെ നടന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എനിക്ക് ഇത് ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. ഇത് വീണ്ടും ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് ഓക്കെ, കുഞ്ഞാറ്റ ഇവിടെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, വ്യക്തമായിട്ട് അവൾ പറയുന്നുണ്ട്. ഇവൻ പല ബന്ധങ്ങൾ വച്ചിട്ടുള്ള കാര്യങ്ങളടക്കം അവൾ തൂക്കിയതും ഇവൻ വന്ന് മാപ്പ് പറഞ്ഞതും അടക്കം. ഇനി കുട്ടിയുടെ കാര്യം ചിലവ് മൊത്തം അവൾ നോക്കുന്നു. അവൾ കണക്ക് പറയുന്നതല്ല, അവൾ നോക്കുന്നു. 40 രൂപ ഈ പറയുന്ന പോലെ CBSE സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം അവൾ നോക്കുന്നുണ്ട്. കണക്ക് പറഞ്ഞ് ഇവൻ്റെ വാങ്ങാൻ വേണ്ടിയിട്ടല്ല.
പക്ഷെ ഇവൻ തിരിഞ്ഞു പോലും നോക്കാറില്ല ആ കുട്ടിയെ. ഇപ്പൊ വന്നിരിക്കുന്നു പാസം. എവിടെ നിന്നാണ് ആ പാസം എന്നാണ് അവളും ചോദിക്കുന്നത്. എടാ നാണമില്ലടാ, ഇനിയെങ്കിലും നാറി നത്തം കൊട്ടി ഒരു പരുവായി വീണ്ടും എവിടെ കൂടിയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സ്വന്തമായിട്ടൊന്ന് മെഴുകിയെടുത്ത് ഒന്ന് വൈറ്റ് വാഷ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല വഴി നോക്കുന്നുണ്ട്. ഹൈ റേഞ്ച് ഫാമിലി, ഹൈ റേഞ്ചിൽ പോയി ഏറി പറക്കാതെ കൊള്ളാം. ഉള്ള കാര്യം പറയാം, ആ പെണ്ണിനെ ഇനിയെങ്കിലും ജീവിക്കാൻ വിടറ. തൊലച്ചില്ലടാ, പ്രേമിച്ച് ആ പെണ്ണിനെ നീ വലയിലാക്കി അവളെ കൊണ്ട് ജീവിപ്പിച്ച് തൊലപ്പിച്ച് നാറാണത്താക്കി അവളുടെ ലൈഫ് ഒരു അടിച്ചു വിട്ടുകൊടുത്ത് ഇനിയെങ്കിലും ആ പെണ്ണിനെ വെറുതെ വിടും. അവൾ ജീവിക്കട്ടെ, അവളുടെ ഇഷ്ടത്തിന് അവളുടെ സന്തോഷം നോക്കി അവൾ ജീവിക്കട്ടെ. എന്തിനാണ് ആ പെണ്ണിനെ വെറുതെ വിട്ടുവിടാടാ? നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ പെടാപ്പാട് പെടുന്നെങ്കിൽ നീ വീണ്ടും അളിഞ്ഞ് ഞാറിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഹാക്ക് ചെയ്തുപോലും ഹാക്ക് ചെയ്ത് പെണ്ണുങ്ങൾക്ക് ചാറ്റ് പോയിരുന്നു. സൂപ്പർ. എങ്കിൽ ആരാണ് ഹാക്ക് ചെയ്തതെന്ന് കണ്ടുപിടിക്കട്ടെ. ഹാക്ക് ചെയ്തതിന് ശേഷം നീ റിട്രീവ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. എടുക്ക്, അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിക്കും. നിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് 4 വാക്ക് പോയതൊക്കെ. എന്റെ പൊന്നളിയെ തള്ളാതിരുന്നു. എടാ ഞാൻ നിന്നെക്കാളും വിടലാണ്, നിന്നെക്കാളും പഠിച്ച കളാനാണ് ഞാൻ. എല്ലാ സകലമാന ഉടായ്പകളും ഉണ്ട്. പിന്നെ ലഹരി പരിപാടിയൊന്നും നമുക്കില്ല കേട്ടോ. എമ്മഴി പരിപാടിയൊക്കെ നിനക്കുണ്ടെന്ന് അവൾ തൂക്കിയെന്നും നീ അതിന്റെ പേരിൽ അവളടുത്ത് കയറിയതൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ആ പരിപാടിയില്ല, പണ്ടേ ലഹരി പരിപാടിയില്ല. പക്ഷെ നിന്നെക്കാളും വലിയ ഉടായ്പാണ് നമ്മൾ. പക്ഷേ ഒരു റിലേഷനിലായിക്കഴിഞ്ഞാൽ ജെന്യുവിനായിരിക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ ജെന്യുവിനായിരിക്കും. അത് നാളെ ഒരു റിലേഷനിലായാലും കല്യാണം കഴിച്ചാലും ഞാൻ ജെന്യുവിനായിരിക്കും. പക്ഷെ ഇപ്പം സിംഗിളാണ്. അപ്പം ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. കാരണം നമ്മൾ പക്ഷേ റിലേഷനിൽ കയറിക്കഴിഞ്ഞാൽ ജെന്യുവിനായിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് പോവുക. ഒരാളെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് ഒരാളെ ലൈഫിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ തേടി പോകുന്നത് തന്തയില്ലായ്മയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും കുഞ്ഞാറ്റയും നീയൊക്കെ ബാക്കി പറയുന്നോ എന്ന് നോക്കട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും അമലെ സ്വന്തം പല്ലിൻ്റെ ഇട കുത്തികളാക്കി നാറ്റിക്കുന്ന പരിപാടി നീ കാണിച്ചാൽ നീ തന്നെ നാറത്തുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. നിനക്ക് ഇനി കുഞ്ഞാറ്റയ്ക്ക് അവീതം വല്ല ഉണ്ടാവുമെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് നീ തെളിയുന്നത്. കൂടുതലൊന്നും പറയാനില്ല.